രാഷ്ട്രീയ അടിയൊഴുക്കുകളിൽ കണ്ണും നട്ട് സിപിഎമ്മിന്റെ മലബാറിലെ സ്ഥാനാർത്ഥിത്വം. പൊന്നാനിയിൽ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ലീഗിലെ അസംതൃപ്തരുടെ വോട്ടും ലീഗ് സമസ്ത തർക്കത്തിന്റെ ഗുണഫലവും സിപിഎം പ്രതീക്ഷിക്കുന്നു. എളമരം കരീം, KK ശൈലജ തുടങ്ങിയവരെ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി മലബാറിൽ ശക്തമായ പോരാട്ടത്തിനാണ് സിപിഎം തയ്യാറെടുക്കുന്നത്. കോൺഗ്രസ് ലീഗ് വോട്ടുകളിലെ അടിയൊഴുക്കുകളിലാണ് മലബാറിൽ എപ്പോഴും സിപിഎമ്മിന്റെ വിജയപ്രതീക്ഷ. ലീഗ് സമസ്ത ശീതയുദ്ധം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ ലീഗ് വിരുദ്ധ വോട്ടുകളുടെ അളവ് വർദ്ധിക്കുമെന്ന് സിപിഎം കരുതുന്നു. ഇതുകൂടി പെട്ടിയിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് സിപിഎമ്മിന്റെ മലബാറിലെ സ്ഥാനാർത്ഥി നിർണയം. സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിലെ സർപ്രൈസിംഗ് എലമെന്റ് പൊന്നാനിയിലെ KS ഹംസയാണ്. ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് എന്നത് മാത്രമല്ല, സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് KS ഹംസ. ലീഗ് സമസ്ത തർക്കത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം സമസ്ത വോട്ടുകൾ ഇത്തവണ ഇടതുവശത്തേക്ക് ചായാൻ സാധ്യതയുണ്ട്. ഇത് മുതലെടുക്കാനാണ് KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത് പൊന്നാനിയിൽ മാത്രമല്ല, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നും സിപിഎം കരുതുന്നു. ലീഗ് നേതൃത്വവുമായി അകൽച്ചയിലുള്ള പാണക്കാട് മൊയ്നിൽ തങ്ങൾ ചെയർമാനായ ഹൈദരിൽ തങ്ങൾ ഫൗണ്ടേഷന്റെ കൺവീനറാണ് KS ഹംസ. ലീഗിലെ അസംതൃപ്ത വോട്ടുകളെ ആകർഷിക്കാവുന്ന ഘടകമാണിതെന്നാണ് വിലയിരുത്തൽ. അതേസമയം സമസ്തയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആരോപണങ്ങളെ സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടി പ്രവർത്തിക്കുക? പാർട്ടി പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ? പാർട്ടിക്ക് സ്വതന്ത്രമായ നിലപാടില്ലേ? പാർട്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ? ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത, അതങ്ങനെ എഴുതിക്കോട്ടാ, എഴുതുമെങ്കിലും ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല, ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല. ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? K മുരളീധരനെതിരെ വടകരയിൽ KK ശൈലജ എത്തുന്നതോടെ മത്സരം പൊടിവാറുമെന്ന് ഉറപ്പായി. കോഴിക്കോട് MK രാഘവന് എളമരംകരിയും വലിയ വെല്ലുവിളി ഉയർത്തും. ആലത്തൂരിൽ K രാധാകൃഷ്ണനും പാലക്കാട് A വിജയരാഘവനും കണ്ണൂരിൽ MV ജയരാജനുമെല്ലാം വിജയപതാക ഉയർത്തുമെന്നാണ് സിപിഎം പ്രതീക്ഷ. സിപിഎമ്മിന് നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ണാണ് മലബാർ. രാമക്ഷേത്രാനന്തര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ സിപിഎം കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ലീഗ് സമസ്ത തർക്കം കൂടി മുതലെടുക്കാൻ കഴിഞ്ഞാൽ മലബാറിലെ ചിത്രം മാറ്റാൻ കഴിയുമെന്നാണ് സിപിഎം കരുതുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.